നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഗർഭകാലത്തെ വാക്സിനേഷൻ കുഞ്ഞുങ്ങളിലെ RSV ബാധ 80% കുറയ്ക്കുന്നു. ഗർഭകാലത്ത് നൽകുന്ന പുതിയ വാക്സിൻ നവജാത ശിശുക്കളിലെ ശ്വാസകോശ അണുബാധകൾ തടയുന്നതിൽ വൻ വിജയമെന്ന് UKയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ. വാക്സിൻ സ്വീകരിച്ച അമ്മമാരുടെ കുഞ്ഞുങ്ങളിൽ ആശുപത്രി പ്രവേശന നിരക്ക് 80%-ലധികം കുറഞ്ഞതായി UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി വ്യക്തമാക്കുന്നു. ശ്വാസതടസ്സത്തിനും മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന RSV വൈറസ് മൂലം UKയിൽ പ്രതിവർഷം 20,000-ഓളം കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ ചികിത്സ തേടാറുണ്ട്. 2024 മുതലാണ് ഗർഭസ്ഥ ശിശുവിന് സംരക്ഷണം നൽകുന്നതിനായി ഗർഭിണികൾക്ക് 28-ാം ആഴ്ച മുതൽ ഈ വാക്സിൻ നൽകി തുടങ്ങിയത്. ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ കുഞ്ഞ് ജനിക്കുന്നതിന് 4 ആഴ്ച മുമ്പെങ്കിലും വാക്സിൻ സ്വീകരിക്കുന്നത് 85% വരെ സുരക്ഷ നൽകുന്നതായി കണ്ടെത്തി. പ്രസവത്തിന് 2 ആഴ്ച മുമ്പ് നൽകിയാലും ഇത് ഫലപ്രദമാണ്. നിലവിൽ ഇംഗ്ലണ്ടിലെ 64% ഗർഭിണികൾ ഈ വാക്സിൻ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ലണ്ടനിൽ ഇത് 53% കുറവാണ്. ശൈത്യകാലത്ത് കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ഗർഭിണികളും മിഡ്വൈഫുമാരുമായി ആലോചിച്ച് വാക്സിൻ സ്വീകരിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. വിൻഡ്രഷ് നഷ്ടപരിഹാര പദ്ധതി പകുതിയിലധികം അപേക്ഷകളും തള്ളി. ബ്രിട്ടനിലെ വിൻഡ്രഷ് അഴിമതിക്ക് ഇരയായവർക്കായി ഏർപ്പെടുത്തിയ നഷ്ടപരിഹാര പദ്ധതിയിൽ പകുതിയിലധികം അപേക്ഷകളും ഹോം ഓഫീസ് തള്ളിയതായി നാഷണൽ ഓഡിറ്റ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2026 ജനുവരി വരെ ലഭിച്ച 11,475 അപേക്ഷകളിൽ 9,224 എണ്ണമാണ് തീർപ്പാക്കിയത്. ഇതിൽ വെറും 34% ആളുകൾക്ക് മാത്രമാണ് പണം ലഭിച്ചത്. 5,203 അപേക്ഷകൾക്ക് പണം നൽകാനാവില്ലെന്ന് നിൽ അവാർഡാണ് ലഭിച്ചത്. തെറ്റായ ഇമിഗ്രേഷൻ നയങ്ങൾ മൂലം ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കപ്പെടുകയും ജോലി നഷ്ടപ്പെടുകയും ചെയ്ത് കറുത്ത വർഗ്ഗക്കാരായ ബ്രിട്ടീഷുകാരെ സഹായിക്കാനാണ് 2019 ഈ പദ്ധതി തുടങ്ങിയത്. എന്നാൽ മതിയായ രേഖകളില്ലെന്ന കാരണം പറഞ്ഞ് പലർക്കും സഹായം നിഷേധിക്കപ്പെടുന്നു. ഇതിനെതിരെ വിൻഡ്രഷ് കമ്മീഷണർ റവറൻഡ് ക്ലൈവ് ഫോസ്റ്റർ രംഗത്തെത്തി. ഇത്രയധികം അപേക്ഷകൾ തള്ളുന്നത് ഇരകളെ വീണ്ടും മാനസികമായി തളർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 1 മാസത്തെ ശമ്പള നഷ്ടം മാത്രം കണക്കാക്കി പതിറ്റാണ്ടുകൾ നീണ്ട ദുരിതത്തിന് തുച്ഛമായ തുക നൽകുന്ന രീതിയും വിമർശിക്കപ്പെടുന്നുണ്ട്. അർഹരായവർക്ക് നീതി ലഭ്യമാക്കാൻ പദ്ധതിയിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം ശക്തമാണ്. ലണ്ടനിലെ പേർഷ്യൻ മാധ്യമ സ്ഥാപനത്തിന് നേരെ ആക്രമണം, 3 പേർ കോടതിയിൽ. വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ വെംബ്ലിയിലുള്ള വോളന്റ് മീഡിയ എന്ന പേർഷ്യൻ മാധ്യമ സ്ഥാപനത്തിന് നേരെ ബോംബേറ് നടത്തിയ കേസിൽ 3 പേർ കോടതിയിൽ ഹാജരായി. 21 വയസ്സുള്ള ഒയസിൻ മക്ഗിന്നസ്, 19 വയസ്സുള്ള നഥാൻ ഡൺ കൂടാതെ 16 വയസ്സുള്ള ഒരു ആൺകുട്ടി എന്നിവരെയാണ് വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഇവർക്കെതിരെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ തീവയ്പ് നടത്താൻ ശ്രമിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ഇറാൻ ഇന്റർനാഷണൽ വാർത്താ ചാനലിന്റെ മാതൃസ്ഥാപനമായ വോളന്റ് മീഡിയയുടെ ഓഫീസിലേക്ക് കത്തുന്ന വസ്തു എറിഞ്ഞത്. ഇത് പാർക്കിംഗ് ഏരിയയിൽ വീണെങ്കിലും ഉടൻ തന്നെ തീ അണഞ്ഞതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഒഴിവായി. ആക്രമണത്തിന് ശേഷം ഇവർ ഒരു കറുത്ത SUV കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. പ്രതികളായ 3 ബ്രിട്ടീഷ് പൗരന്മാരും കോടതിയിൽ വ്യക്തിവിവരങ്ങൾ ബോധിപ്പിച്ചു. മക്ഗിന്നെതിരെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. ഇവരെ കൂടുതൽ വിചാരണയ്ക്കായി മെയ് 15 ഓൾഡ് ബെയ്ലി കോടതിയിൽ ഹാജരാക്കും. ആക്രമണത്തെ തുടർന്ന് പ്രദേശത്തെ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുകയും സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കെയറർ അലവൻസ് ലഭിക്കുന്നവർക്ക് കനത്ത നഷ്ടം, പ്രതിമാസം £160 കുറവ്. ബ്രിട്ടനിലെ ശമ്പള വർധനവിന് ആനുപാതികമായി കെയറർ അലവൻസ് വർദ്ധിപ്പിക്കാത്തതിനാൽ അർഹരായവർക്ക് പ്രതിമാസം ശരാശരി £160 നഷ്ടം സംഭവിക്കുന്നതായി റിപ്പോർട്ട്. ഈ ആനുകൂല്യം നിലവിൽ വന്നിട്ട് 50 വർഷം തികയുന്ന വേളയിൽ കെയറേഴ്സ് UK നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. 1976 പ്രതിവാരം £7.90 എന്ന നിരക്കിലായിരുന്നു ഈ പദ്ധതി ആരംഭിച്ചത്. എന്നാൽ അന്നു തൊട്ടുള്ള ശമ്പള വർധനവിന് അനുസൃതമായി ഈ തുക ഉയർത്തിയിരുന്നുവെങ്കിൽ നിലവിൽ പ്രതിവാരം ലഭിക്കേണ്ട £86.45 പകരം £123.48 ലഭിക്കുമായിരുന്നു. നിലവിൽ പ്രതിമാസം ലഭിക്കുന്ന തുകയേക്കാൾ £160.46 അധികം ലഭിക്കാനുള്ള അർഹത ഇവർക്കുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു. ആഴ്ചയിൽ 35 മണിക്കൂറെങ്കിലും പരിചരണ ജോലികൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഈ തുക നിലവിൽ 1 മണിക്കൂറിന് വെറും £2.47 എന്ന നിലയിലാണ്. ഏകദേശം 5 ലക്ഷത്തോളം കെയറർമാർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് കഴിയുന്നത്. ഇന്ധന ഭക്ഷണ വിലക്കയറ്റം ഇവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ സാഹചര്യത്തിൽ കെയറർ അലവൻസും അനുബന്ധ ആനുകൂല്യങ്ങളും സമഗ്രമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കെയർസ് UK സർക്കാരിന് കത്ത് നൽകി. ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ കെയർ ഹോമുകളെ തളർത്തുന്നു. വെയിൽസിൽ പ്രതിസന്ധി.
UK-യിലെ കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങൾ വെയിൽസിലെ കെയർ ഹോം മേഖലയെ കനത്ത പ്രതിസന്ധിയിലാക്കുന്നു. വിദേശത്തു നിന്നുള്ള കെയർ ജീവനക്കാർക്ക് വിസ നിഷേധിക്കുന്നതും അവരുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ഈ മേഖലയിലെ ജീവനക്കാരുടെ ക്ഷാമം രൂക്ഷമാക്കിയിരിക്കുകയാണ്. വടക്കൻ വെയിൽസിലെ കെയർ ഹോമുകൾ ഇനി മുതൽ ഡിമെൻഷ്യ ബാധിച്ച പ്രായമായവരെ പ്രവേശിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് കെയർ ഫോറം വെയിൽസ് മുന്നറിയിപ്പ് നൽകി. വിദേശ ജീവനക്കാരെ കുറഞ്ഞ നൈപുണ്യമുള്ളവർ എന്ന് വിളിക്കുന്നത് അപമാനകരമാണെന്ന് കെയർ ഫോറം ചെയർമാൻ മരിയോ ക്രഫ്റ്റ് പറഞ്ഞു. പ്രാദേശികമായി ആളുകളെ ലഭിക്കാത്ത സാഹചര്യത്തിൽ വിദേശ ജീവനക്കാരാണ് ഈ മേഖലയുടെ നട്ടെല്ല്. സ്കോട്ട്ലൻഡ് സർക്കാർ ചെയ്യുന്നതുപോലെ വിദേശ ജീവനക്കാരെ സംരക്ഷിക്കാൻ വെയിൽസ് സർക്കാരും നേരിട്ട് സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ കെയർ ഹോമുകൾ അടച്ചുപൂട്ടേണ്ടി വന്നാൽ അത് NHSന് മേൽ വലിയ ഭാരം സൃഷ്ടിക്കും. വിദേശ ജീവനക്കാരെ കൊണ്ടുവരുന്നത് ചെലവ് കുറഞ്ഞ മാർഗമാണെന്ന ധാരണ തെറ്റാണെന്നും പ്രാദേശിക ജീവനക്കാരെക്കാൾ ഉയർന്ന ശമ്പളവും റിക്രൂട്ട്മെന്റ് ഫീസും നൽകിയാണ് ഇവരെ നിലനിർത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യാജ പീഡന പരാതികൾ വഴി വിസ തട്ടിപ്പ് ഹോം ഓഫീസ് അന്വേഷണം ആരംഭിച്ചു. ബ്രിട്ടീഷ് പങ്കാളികൾക്കൊപ്പം കഴിയാൻ സന്ദർശക വിസയിലെത്തുന്നവർ വ്യാജ ഗാർഹിക പീഡന ആരോപണങ്ങൾ ഉന്നയിച്ച് സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നതായി BBC റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തലിനെ തുടർന്ന് ബ്രിട്ടീഷ് ഹോം ഓഫീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു. ഇത്തരം അപേക്ഷകൾ നിലവിൽ വളരെ കർശനമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി സുതാര്യമായാണ് പരിശോധിക്കുന്നതെന്നും ഇത് ഇമിഗ്രേഷൻ സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. എങ്കിലും സിസ്റ്റത്തെ ആരെങ്കിലും ബോധപൂർവം വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അവർ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും വക്താവ് അറിയിച്ചു. ഹ്രസ്വ സന്ദർശനത്തിനെത്തിയവർ വിസ കാലാവധി തീരും മുമ്പ് വ്യാജ കഥകളും തെളിവുകളും മെഡിക്കൽ രേഖകളും സൃഷ്ടിച്ച് ബ്രിട്ടനിൽ തുടരാൻ ശ്രമിക്കുന്നതായാണ് കണ്ടെത്തൽ. ചില നിയമസ്ഥാപനങ്ങളും അഭിഭാഷകരും ആയിരക്കണക്കിന് പൗണ്ട് കൈപ്പറ്റി ഇത്തരം തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നതായും BBC അന്വേഷണത്തിൽ തെളിഞ്ഞു. ഗാർഹിക പീഡനത്തിനു പുറമെ വ്യാജമായി സ്വവർഗനുരാഗിയാണെന്ന് അവകാശപ്പെട്ട് അഭയം തേടുന്നതിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്ത് വേണമെന്ന് പ്രതിപക്ഷ കക്ഷികളും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇമിഗ്രേഷൻ അഡ്വൈസറി അതോറിറ്റിയും ഹോം ഓഫീസും ചേർന്ന് തട്ടിപ്പുകൾ തടയാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ T12 ക്രിക്കറ്റ് ടൂർണമെന്റ് ഏപ്രിൽ 26-ന് ടീമുകൾ ആവേശ പോരാട്ടത്തിന് സജ്ജം. നൈറ്റ്സ് മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ലീഗ് T12 ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏപ്രിൽ 26-ന് ഗ്രീൻ ബാങ്ക് പ്ലേയിംഗ് ഫീൽഡിലാണ് ആവേശകരമായ ക്രിക്കറ്റ് പോരാട്ടങ്ങൾ നടക്കുക. ടൂർണമെന്റിലേക്കുള്ള ടീമുകളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായതായും മാഞ്ചസ്റ്ററിലെ കായിക പ്രേമികൾ ആവേശത്തിലാണെന്നും സംഘാടകർ അറിയിച്ചു. വിവിധ പ്രവാസി കൂട്ടായ്മകളിൽ നിന്നുള്ള മികച്ച ടീമുകളാണ് മൈതാനത്ത് മാറ്റുരയ്ക്കുന്നത്. വിജയികളെയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളെയും കാത്തിരിക്കുന്നത് ആകർഷകമായ സമ്മാനങ്ങളാണ്. ടൂർണമെന്റിലെ മികച്ച താരം, കൂടുതൽ റൺസ് നേടുന്ന താരം, വിക്കറ്റ് വേട്ടക്കാരൻ, മികച്ച ഫീൽഡർ കൂടാതെ സിക്സറുകൾ നേടുന്ന താരം എന്നിവർക്ക് പ്രത്യേക ട്രോഫികൾ സമ്മാനിക്കും. ഇതിനു പുറമെ മൈതാനത്ത് വിസ്മയം തീർക്കുന്ന താരങ്ങൾക്കായി പ്രത്യേക ക്യാഷ് അവാർഡുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായി സിക്സറുകളും ഫോറുകളും നേടുന്നവർക്കും ഹാട്രിക് നേട്ടം കൈവരിക്കുന്ന ബൗളർമാർക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകും. മത്സരങ്ങൾ സുഗമമായി നടത്തുന്നതിന് ഗ്രീൻ ബാങ്ക് പ്ലേയിംഗ് ഫീൽഡിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി നൈറ്റ്സ് മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.